അർജുൻ നമസ്കാരം. നമസ്കാരം. അർജുൻ, നമ്മൾ പറയാൻ പോകുന്നത് അനോറയെക്കുറിച്ചാണ്. വളരെ സന്തോഷമുണ്ട്. അനോറ 5 അവാർഡുകൾ വാരിക്കൂട്ടി എന്ന് പറയുമ്പോൾ അതും മികച്ച നടിയടക്കമാണ് അനോറ സ്വന്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അർജുൻ അനോറയെ നോക്കിക്കാണുന്നത്? ആദ്യം അനോറ കണ്ട ഒരു അനുഭവത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. IFFKയുടെ വേദിയിലാണ് അനോറ കാണുന്നത്. ഒരു വലിയ കാണികളുടെ ഇടയിലിരുന്നാണ്. യാതൊരു മുൻവിധികളും ഇല്ലാതെയാണ് അനോറ കാണാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോ ഒരു റോം കോം എന്നൊരു ഐഡിയ മാത്രം ഉണ്ടായിരിക്കും. അത് കാണുമ്പോൾ അതിന് പല ലെയറുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഒരു ഭാഗം മുതൽ അത് സംസാരിച്ചു തുടങ്ങുന്നത് വളരെ ശക്തമായ ഒരു പൊളിറ്റിക്സ് ആണ് എന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അവാർഡ് ലഭിക്കുമ്പോഴും അനോറയോടൊപ്പം മത്സരിച്ച പല ചിത്രങ്ങളും അതുപോലെ തന്നെ മികവുറ്റവ തന്നെയായിരുന്നു. ദ സബ്സ്റ്റൻസ് ആണെങ്കിലും കോൺക്ലേവ് ആണെങ്കിലും ഒക്കെ തന്നെ, ഗേൾ വിത്ത് നീഡിലാണെങ്കിൽ പോലും അതിൽ പലതിനും ഒന്നും അധികം അവാർഡുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എല്ലാം മികച്ച ചിത്രങ്ങൾ തന്നെയായിരുന്നു. അനോറയുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു നവീനമായ, ഒരു മോഡേൺ ആയ ഒരു ചലച്ചിത്രം. പലപ്പോഴും ഈ ചലച്ചിത്ര മേളകൾക്ക് പങ്കെടുക്കുമ്പോൾ നമ്മൾ കാണുന്ന വളരെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ്, വളരെ പതിഞ്ഞ താളത്തിൽ പോകുന്ന ചിത്രങ്ങളാണ്. അതിൽ നിന്നൊക്കെ വിപരീതമായി വളരെ 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 പെട്ടെന്ന് പോകുന്ന ഒരു എഡിറ്റിംഗ് പാറ്റേണും അതിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒറിജിനൽ സ്ക്രീൻ പ്ലേക്ക് ഇത്തവണ ഓസ്കാർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ പോകുന്ന, നമുക്ക് കണ്ടിരിക്കാൻ യാതൊരു തരത്തിലും ഒരു മുഷിപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ രണ്ട് ചെറുപ്പക്കാരുടെ ഒരു പ്രണയകഥ എന്നുള്ള രീതിയിലാണ് അനോറ ഞാൻ ആസ്വദിച്ചത്. പക്ഷെ അതിന്റെ അവസാന രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ ഹൃദയഹാരിയായ, ഇമോഷണലായ ഒരു അവസ്ഥ കൂടി, ഒരു കഥാപാത്രത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കൂടി ഈ അനോറ എന്ന ചിത്രം. അർജുൻ, ബീഗറിൻ്റെ ഒരു സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ലൈംഗിക തൊഴിലാളികളെ പ്രധാന കഥാപാത്രമാക്കിയുള്ള ചിത്രങ്ങളെക്കുറിച്ച്. അപ്പോൾ ബീഗർ തന്നെ ഇതിന് പറയുന്ന ഒരു കാര്യമാണ്, അതായത് അവരെക്കുറിച്ച്, അവരുടെ ശബ്ദമായിട്ട്, അവർക്കും കുറേ പ്രശ്നങ്ങളുണ്ട്, അവരെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരാരാണ് എന്ന് സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയാണെന്ന്. അതിൽ ഏറ്റവും മികച്ച നിൽക്കുന്ന ചിത്രം തന്നെയാണ് അനോറ. അനോറയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ ചിത്രത്തിന് വേണ്ടുന്ന എല്ലാ പൊടിപ്പും തൊങ്ങലും ഉണ്ട്, പക്ഷെ പിന്നീട് ആ ചിത്രം പറഞ്ഞു വെക്കുന്ന ആ ഒരു രാഷ്ട്രീയം അത് വളരെ മികച്ചതായിരുന്നു. അതെ, ഈ അവാർഡ് ലഭിച്ചിട്ട് മൈക്കി മാഡിസണും ഈ അവാർഡ് സമർപ്പിക്കുന്നത് ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ അവജ്ഞയോടുകൂടിയാണ് ഇന്നത്തെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ടുള്ള ഇന്ത്യയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. ഗംഗൂഭായ് എന്നുള്ളൊരു ചിത്രം ഇവിടെ വരുന്നുണ്ട് എങ്കിൽ പോലും അത് നമുക്ക് ലൈംഗിക തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനത്തിൽ വലിയ മാറ്റമൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ ലൈംഗിക തൊഴിലാളികളെ പറ്റിയുള്ളൊരു നമ്മുടെ ഒരു വിചാരം, അതിനെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ ഈ ഒരു അനോറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിന് മുകളിലുള്ള നിയന്ത്രണം ഉണ്ടായിരിക്കെ തന്നെ, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, അവർ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകൾ, അവർ തങ്ങളെല്ലാം സമർപ്പിക്കുന്ന ആളുകൾ പോലും തങ്ങളെ ഏറ്റവും ഒടുവിൽ വെറും ഒരു ലൈംഗിക തൊഴിലാളി എന്ന ഐഡന്റിറ്റിയിലേക്ക് മാത്രം കാണുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അനോറ കാട്ടിത്തരുന്ന ഒരു യാഥാർത്ഥ്യം. അർജുൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ, അതായത് അനോറ എന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആനി എന്ന ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ അവരുടെ ഒരു ലൈംഗിക തൊഴിലാളിയാണ്. പിന്നീട് അവരുടെ സ്വാർത്ഥതയ്ക്കോ അല്ലെങ്കിൽ നല്ല ഒരു പണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രഭു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെല്ലാം വിചാരിക്കുന്നത് പണത്തിന് വേണ്ടിയാണ് മുതലായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നീട് അങ്ങനത്തെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, പിന്നെ ഒരു കല്യാണത്തിലേക്ക് കടക്കുന്നു, ഒടുവിൽ അതൊരു ഡിവോഴ്സിലേക്കൊക്കെ എത്തുമ്പോഴുള്ള ആ ആനി എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു മാറ്റം, അല്ലെങ്കിൽ അവൾ പൈസ അല്ലെങ്കിൽ പണം എന്നതിൽ ഉള്ള ആ ഒരു ഫാക്ടറിന് അപ്പുറമായിട്ട് അയാളെ സ്നേഹിക്കുന്നുണ്ട്, അയാളുമായിട്ടുള്ള ഒരു ബന്ധം, അതൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അനോറ കാഴ്ചവെച്ചിരിക്കുന്നത്. അതെ, അവർക്കൊരു രക്ഷപ്പെടലായിരുന്നു ഏറ്റവും വലുതായിട്ട്. അവരുടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു വാന്യ എന്ന കഥാപാത്രത്തിലൂടെ. അവിടെ പണത്തെക്കാൾ ഉപരി ഒരു പോയിന്റ് വരെ അവർക്ക് ചിലപ്പോൾ പണമായിരുന്നിരിക്കാം. ആദ്യം അവർ സുഹൃത്തിനോട് പങ്കുവെക്കുന്ന, ഈ അനുഭവത്തെ കുറിച്ച് പങ്കുവെക്കുന്ന സമയങ്ങളിലും അവിടെ കൂടുതൽ പങ്കുവെക്കുന്നത് ഈ ഒരു പ്രണയം അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന ഒരു പൈസ എന്നുള്ള ഒരു ഫാക്ടർ കൂടി. പക്ഷെ പിന്നീട് ഒരു പോയിന്റ് മുതൽ അവർ ഭർത്താവ് എന്ന നിലയ്ക്ക് കാണാൻ തുടങ്ങുകയും ഒരു രീതിയിലും അകറ്റാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ആ മൊമെന്റ് മുതൽ, പക്ഷേ ആ ഒരു മൊമെന്റ് മുതൽ തന്നെയാണ് ഈ ഒരു ചിത്രം ഒരു പ്രണയ ചിത്രത്തിൽ നിന്നൊരു വളരെ കോമഡി ഒരു അവസ്ഥാന്തരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അനോറ എന്ന കഥാപാത്രത്തിന്റെ വ്യാകുലതകൾക്കപ്പുറം, അവരുടെ പ്രയാസങ്ങൾക്കപ്പുറം ചുറ്റുമുണ്ടായിരുന്ന കഥാപാത്രങ്ങളുടെ തമാശകളിലൂടെയാണ് പിന്നീട് പോയത്. എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിലാണ് ആ ഒരു കഥാപാത്രത്തിന്റെ വിഷമത്തിലേക്ക് നമ്മൾ വരുന്നത്. ശരിക്കും ഒറ്റപ്പെടലിന്റെ അല്ലെങ്കിൽ ആരാലും സ്നേഹിക്കപ്പെടാനില്ലാത്തതിന്റെ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു കഥാപാത്രം വരികയാണ്. അതായത് തങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇത് മാത്രമാണ് എന്ന് ആ കഥാപാത്രം മനസ്സിലാക്കുന്നിടത്താണ്
ആ കഥാപാത്രം മറ്റു കഥാപാത്രത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അവിടെ മറ്റൊരു പ്രണയ ഒരു അനുഭവം കൂടി നമ്മൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഒപ്പമുണ്ടായിരുന്ന കഥാപാത്രത്തിന്റെ ഈ അനോറയോട് തോന്നുന്ന ഒരു അഭിനിവേശം, അദ്ദേഹത്തിന്റെ ഒരു പ്രണയാതരമായിട്ടുള്ള ഒരു വശം കൂടി നമ്മൾ ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അനോറ അതിനോട് പ്രതികരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മാത്രം. അർജുൻ, ഞാനും കണ്ടത് IFFK വേദിയിൽ വെച്ചായിരുന്നു ആ ഒരു രംഗമുണ്ടല്ലോ. അതായത് ഈ സഹതാരം സോറി പറയണം, അനോറയോട് നീ സോറി പറയണം എന്ന് പറയുന്ന ആ രംഗം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു രീതിയായിരുന്നു. നമുക്കെല്ലാം ഒരു സന്തോഷമോ എന്തോ ഒരു സംതൃപ്തിയൊക്കെ നൽകുന്ന ഒരു രംഗമായിരുന്നു അത്. നിങ്ങൾ സോറി പറയണം എന്നുള്ളൊരു കാര്യം, പണമൊന്നും അല്ല വേണ്ടേ എന്നുള്ള രംഗം. ആ രംഗത്തെ എങ്ങനെയാണ് അർജുൻ ഇപ്പോൾ ഓർക്കുന്നത്? കാരണം അത്ര നേരം വരെ നമ്മളെല്ലാവരും പ്രതികരിച്ചിരുന്ന അല്ലെ പ്രതീക്ഷിച്ചിരുന്നത് ഈ വാന്യ എന്ന കഥാപാത്രത്തിന് ഉണ്ടായിരുന്നതും പ്രണയമാണെന്നുള്ളൊരു ധാരണ തന്നെ ആയിരിക്കുമല്ലോ. ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് തെറ്റാണ് എന്നും വാന്യ മാത്രമാണ് ശരിയെന്നും വിചാരിച്ചുകൊണ്ടാണ് ഈ ആനി എന്ന കഥാപാത്രത്തോടൊപ്പം തന്നെ കാഴ്ചക്കാർ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ആ ഒരു പോയിന്റിലാണ് നമുക്ക് മനസ്സിലാകുന്നത് വാന്യ എന്ന കഥാപാത്രം അത്തരത്തിലുള്ള നമ്മളുടെ ചിന്തകൾക്കും അപ്പുറം അവളെ ഉപയോഗിക്കുകയായിരുന്നു. വെറും അവന്റെ മറ്റൊരു കളിപ്പാട്ടം മാത്രമായിരുന്നു അനോറ എന്ന് കാഴ്ചക്കാർക്ക് മനസ്സിലാവുന്നത് ആ ഒരു പോയിന്റിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ ആ രോഷം അവിടുത്തെ കാഴ്ചക്കാരെല്ലാവരും പങ്കുവെക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വലിയ ഹർഷാരവങ്ങൾ ഉണ്ടാകുന്നത്, ആ ഒരു സന്തോഷം അവിടെ പങ്കുവെക്കപ്പെടുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.